അത് കൊച്ചിന്റെ ഫീസ് അടയ്ക്കാൻ പറ്റിയ പൈസ അത് എടുത്തോണ്ട് പോവല്ലേ? നിങ്ങൾ 5 പൈസ ഉണ്ടാക്കൂല, ഞാൻ ഉണ്ടാക്കുന്ന പൈസ മുഴുവൻ എടുത്തോണ്ട് പോവല്ലേ? ആ പൈസ ഇങ്ങോട്ട് തന്നെ. കള്ളു കുടിക്കാനും ചീറ്റ് കളിക്കാനും കഞ്ചാവ് വലിക്കാനും എന്റെ പൈസ എടുത്തോണ്ട് ഞാൻ സമ്മതിക്കില്ല. അതിന് കൊച്ചിന് ഫീസ് അടയ്ക്കാനുള്ളതാ. നീ കിടന്നു തുള്ളലടി, കൊച്ചെന്റെ കൂടെ കാശ് ഞാൻ പിന്നെ തരും. ഇപ്പൊ എനിക്ക് അതിന് ആവശ്യമുണ്ട്. പിന്നെ ഇപ്പൊ തരും. 4 മാസം മുമ്പ് എന്നെ മേടിച്ചോണ്ട് പോയ കാശ് ഇതുവരെ തിരിച്ചു തന്നിട്ടില്ല. ഓ, ഇങ്ങനെ കൂടെ ജീവിക്കുന്നേക്കാളും നല്ല വല്ല വിഷം അടിച്ച് ചാങ്ങാ. എന്നാ പോയി ചാവടി, നിന്റെ കൂടെ ഞാനും മടുത്തു. എനിക്ക് അത്ര ആശ്വാസം കിട്ടുമല്ലോ. നമസ്കാരം വരുമൂർത്തി സാർ. നമസ്കാരം. ഇന്ന് ലാലേട്ടന്റെ ജന്മദിനാഘോഷമാണല്ലോ. ഒരു ഫാൻ ബോയ് എന്ന നിലയിൽ വീടിനും ഫിലിമിന്റെ വിശേഷങ്ങൾ ഒന്ന് പങ്കുവയ്ക്കാം. ലാലേട്ടനുമായിട്ടുള്ള ഷൂട്ടിംഗ് വിശേഷങ്ങൾ ഒന്ന് പങ്കുവയ്ക്കാം. ലാലേട്ടൻ എന്ന് പറഞ്ഞ ഒരു മഹാസാഗരമാണ്. നോക്കൂ, 65 വയസ്സായ മനുഷ്യൻ ഒരു കൈകുത്തി ജനല് പൊട്ടിച്ച് ചാടി വരുന്ന ആ ഒരു സീൻ മാത്രം മതിയല്ലോ അദ്ദേഹത്തെ എത്രമാത്രം വർണ്ണിക്കാൻ. ചേട്ടാ, എന്റെ ചേട്ടന്റെ പടം അടിപൊളിയാ, സൂപ്പർ പട, നല്ലോണം ഓടി, നല്ല കഥയും ഞങ്ങൾ എല്ലാവരും കണ്ടു. ഈ തള്ളൊന്നും നിർത്താൻ കുറെ ദിവസമായില്ലേ, എപ്പോ തുറന്നാലും എന്ത് തുറന്നാലും ഈ തള്ളു തന്നെ തള്ളു. പൊന്നേട്ടാ, എല്ലാ ഇന്റർവ്യൂ കൂടെ ഒന്നിച്ചിട്ടാ പിന്നെ ഞാൻ എന്നാ ചെയ്യാനാടാ? ഓ തള്ളിന് ഒരു കുറവില്ല. ഹലോ, ഈ നാഷണൽ ഹൈവേ അതോറിറ്റിക്കാരല്ലേ? അതെ, എന്റെ പൊന്നു ചങ്ങാതി, ആ മലപ്പുറം ഭാഗത്തെ ആ റോഡൊന്ന് ശരിയാക്കാമോ? അത് മൊത്തം പൊളിഞ്ഞ് താഴത്തേക്ക് ആയിരിക്കും. നിങ്ങൾക്ക് നാണക്കേടുണ്ടാക്കുന്ന പരിപാടികളായി ലോകം മുഴുവൻ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് നിങ്ങൾ വല്ലതും ശ്രദ്ധിക്കണ്ടോ? എന്താണോ എന്റെ പൊന്നു ചങ്ങാതി, പാകിസ്ഥാൻകാർ അത് പൊളിഞ്ഞു കിടക്കുന്നതിന്റെ പടം എടുത്തുകൊണ്ട് പോയിട്ട് അവരുടെ പേപ്പറുകളിലും ലോകം മുഴുവൻ അവർ പ്രചരിപ്പിക്കുന്നത് എന്താണെന്നറിയോ? ഇന്ത്യയിൽ പാകിസ്ഥാൻ ബോംബിട്ട് തകർത്തതാണ്. വല്ല ആവശ്യമുണ്ടോ? നിങ്ങൾക്ക് ആ റോഡ് മര്യാദയ്ക്കൊന്ന് പണിതാ പോരെ. അപ്പൊ അവന്മാർ ബോംബിട്ടാന്ന് ലോകത്തുള്ളവന്മാർ വിശ്വസിച്ചാല് അവർ ബോംബിട്ടേക്കണ എവിടെയാ? ഇന്ത്യയുടെ ഇങ്ങേ അറ്റത്തുള്ള കേരളത്തില്. നമുക്ക് എന്ത് നാണക്കേടാ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഒന്ന് മര്യാദയ്ക്ക് ആ റോഡൊന്ന് പണിതേ. എന്റെ പൊന്നു ചങ്ങാതി, അതിൽ കേന്ദ്രവും സംസ്ഥാനം എന്നും പറഞ്ഞ് വഴക്കിടല്ലേ? ഞങ്ങളുടെ നികുതി പണം അല്ലേ? ആ ശരി, എന്നാ നീ എന്താണ് രാവിലെ തന്നെ അടിക്കണം മൂഡ് ഓഫ് ആയിട്ടിരിക്കാൻ പറഞ്ഞത്? എന്റെ പൊന്നടാവ്, രാവിലെ മെമ്പർനോത്തി അടിച്ചു വഴക്കായിടാതെ. അവള് ചൊറിയണ വർത്താനൊക്കെ പറഞ്ഞു. ഞാൻ 2 അടിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടിരിക്കണം. പക്ഷെ കാശില്ലായിരുന്നു എന്തായാലും. അവള് കൊച്ചിന്റെ സ്കൂൾ ഫീസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ആകെ മൂഡ് പോയാൽ നല്ലത് വെക്കാടിയാ. അതാകുമ്പോ ഇങ്ങനെ അങ്ങ് നിന്നോളും, നല്ല മൂഡില്ല. എന്നാ പോയേക്കാം. ഒരു മിനിറ്റ്. ഹലോ, അതെ ബിജു ആണ്. ആണോ? എപ്പോ? ഏത് ആശുപത്രിയിൽ?